പുതിയ നിയമം. നിങ്ങൾ ബൈബിളിലെ ഉള്ളടക്ക പട്ടിക നോക്കിയാൽ ഇത് രണ്ട് വലിയ സമാഹാരങ്ങളാണെന്ന് കാണാം. പഴയ നിയമവും പുതിയ നിയമവും. നിയമം എന്ന വാക്ക് ഒരു ഉടമ്പടി ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇതാണ് ഈ രണ്ട് സമാഹാരങ്ങളുടെയും സത്ത. ഇസ്രായേലുമായും സകല മനുഷ്യരാശിയുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടി ബന്ധത്തിന്റെ ഐതിഹാസികവും സങ്കീർണവുമായ ഒരു കഥയാണ് അവ പറയുന്നത്. പഴയ നിയമത്തെ യഹൂദ പാരമ്പര്യത്തിൽ തനാക്ക് എന്ന് വിളിക്കുന്നു. അത് 1000-ൽ പരം വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട 39 ഇസ്രായേലി തിരുവെഴുത്തുകളുടെ ഒരു ഏകീകൃത സമാഹാരമാണ്. താരതമ്യേന പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളെല്ലാം തന്നെ ഓരോന്നായി 30 മുതൽ 40 വർഷത്തിനുള്ളിൽ എഴുതപ്പെട്ടവയാണ്. അവയെല്ലാം യേശുവിന്റെ ആദ്യ തലമുറ അനുയായികൾ എഴുതിയവയാണ്. ആദ്യകാലം മുതൽ തന്നെ ക്രിസ്തീയ സമൂഹങ്ങൾ ഈ രചനകൾ ശേഖരിക്കുകയും അവയെ പഴയ നിയമത്തോട് ചേർത്തുവെച്ച് യേശുവിലേക്ക് നയിക്കുന്ന ഒരു ഏകീകൃത കഥയായി വായിക്കുകയും ചെയ്തു പോന്നു. പുതിയ നിയമം 4 ചരിത്ര പുസ്തകങ്ങളാൽ ആരംഭിക്കുന്നു. അവയെ സുവിശേഷം എന്ന് വിളിക്കുന്നു. അവ നസ്രയനായ യേശുവിന്റെ ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിവയുടെ ചരിത്രത്തെ ഒരു സുവാർത്തയായി പ്രഖ്യാപിക്കുന്നു. അവയെ തുടർന്ന് 5-ാമതായി വരുന്ന ചരിത്ര ഗ്രന്ഥമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ഇവിടെ ഉയർത്തെഴുന്നേറ്റ യേശു അപ്പോസ്തലന്മാരെ നിയോഗിച്ചയക്കുന്നു. ആ വാക്കിന് അയക്കപ്പെട്ടവർ എന്നർത്ഥം. പുരാതന ലോകത്തുടനീളം യേശുവിനെക്കുറിച്ചുള്ള സുവാർത്ത പ്രചരിപ്പിക്കുന്നതിനായി അവന്റെ പ്രതിനിധികളായി അവർ നിയമിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികളെ തുടർന്ന് അപ്പോസ്തലന്മാരുടെ കത്തുകളുടെ ഒരു ശേഖരം വരുന്നു. സഭകൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന യേശുവിന്റെ അനുയായികളുടെ പ്രാദേശിക സമൂഹങ്ങൾക്ക് ഉപദേശവും മാർഗനിർദ്ദേശവും നൽകുന്നതിനാണ് ഇവ എഴുതപ്പെട്ടത്. പൗലോസ് അപ്പോസ്തലനുമായി ബന്ധപ്പെട്ട് 13 കത്തുകളുണ്ട്. അവ എഴുതപ്പെട്ട ക്രമത്തിലല്ല ക്രമീകരിച്ചിരിക്കുന്നത്, മറിച്ച് വലുതിൽ തുടങ്ങി ചെറുതിലേക്ക് എന്ന ക്രമത്തിലാണ്. അതിനുശേഷം എബ്രായർക്കെഴുതിയ ലേഖനം പേരെഴുതാത്ത എന്നാൽ അപ്പോസ്തലന്റെ അടുത്ത ഒരു സഹായിയാൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇതിനുശേഷം യാക്കോബ്, യൂദ, പത്രോസ്, യോഹന്നാൻ എന്നിവരുടെ കത്തുകൾ. 2 പേർ യേശുവിന്റെ സഹോദരന്മാരും 2 പേർ അവന്റെ ആദ്യ അനുയായികളുമാണ്. പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട്. 7 സഭകൾക്കുള്ള യേശുവിന്റെ എല്ലാ അനുയായികൾക്കും ആഹ്വാനവും ആശ്വാസവും നൽകുന്ന ഒരു പ്രാവചനിക വചനങ്ങളുടെ ഒരു കത്താണിത്. ഇവയൊക്കെയാണ് പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ. എന്നാൽ അവ എന്തിനെക്കുറിച്ചാണ് സംവാദിക്കുന്നത്? എങ്ങനെയാണ് ഇവ പഴയ നിയമത്തോട് ചേർന്ന് നിന്ന് ഒരു ഏകീകൃത കഥയാകുന്നത്? ഈ രീതിയിൽ ചിന്തിക്കുക. ബഹുവിധമായ പ്രവൃത്തികളും സംഭവങ്ങളെയും കുറിച്ചുള്ള ഒരു നീണ്ട ഇതിഹാസ വിവരണമാണ് ബൈബിൾ. പഴയ നിയമം ശേഷമുള്ള ചരിത്രത്തെ എല്ലാവിധത്തിലും മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വിധം ആദ്യ സംഭവ പരമ്പരകളെ വിവരിക്കുന്നു. പ്രധാന പ്രമേയങ്ങളും കഥയുടെ പൊരുത്തക്കേടും രൂപകൽപ്പനാ മാതൃകകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. തുടർന്ന് പുതിയ നിയമത്തിൽ ഇതൊക്കെയും യേശുവിൽ എത്തിച്ചുകൊണ്ട് കഥ പര്യവസാനിക്കുന്നു. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ പ്രവൃത്തി ദൈവത്തെയും മനുഷ്യരാശിയെയും കുറിച്ചുള്ളതാണ്. ലോകത്തെ ഭരിക്കുന്നതിന് ദൈവത്തിന്റെ പങ്കാളികളായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് ദൈവം ഒരു ആകർഷണീയമായ ആലയ ഉദ്യാനം നൽകുന്നു. എന്നാൽ വിഡ്ഢികളായ മനുഷ്യർ ഇരുണ്ട പ്രലോഭനത്തിലേക്ക് വീഴുകയും ദൈവിക ജ്ഞാനത്തിനെതിരെ മത്സരിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവർ ഒരു മരുഭൂമിയിലേക്ക് നാടുകടത്തപ്പെടുന്നു. അവിടെ അവർ പരസ്പരം കൊല്ലാൻ തുടങ്ങുന്നു. തങ്ങളുടെ സ്വാർത്ഥതയും അടിച്ചമർത്തലും പ്രചരിപ്പിക്കുന്ന നഗരങ്ങൾ അവർ നിർമ്മിക്കുന്നു. അത് ബാബിലോൺ എന്ന ജീർണിച്ച നഗരത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ദൈവം ലോകത്തെയും അതിലെ ബുദ്ധികെട്ട മനുഷ്യരെയും സ്നേഹിക്കുന്നു. അതിനാൽ അവൻ സ്വയനാശത്തിലേക്ക് നമ്മളെ വശീകരിച്ച ദുഷ്ടതയെ നശിപ്പിക്കുവാൻ പോകുന്ന ഒരു പുതിയ മനുഷ്യന്റെ വരവ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു രക്ഷാപദ്ധതിക്ക് തുടക്കമിടുന്നു. വേദപുസ്തക കഥയിലെ അടുത്ത ഭാഗം ദൈവവും ഇസ്രായേലും സംബന്ധിച്ചുള്ളതാണ്. ഇത് ആദ്യ ഭാഗത്തിന്റെ പ്രമേയത്തെയും ക്രമത്തെയും പുഷ്ടിപ്പെടുത്തുന്നു. ദൈവം പുതിയ ഒരു മനുഷ്യഗണത്തെ ബാബിലോണിൽ നിന്ന് ആകർഷണീയമായ ഒരു ഉദ്യാനദേശത്തേക്ക് വിളിച്ചു വരുത്തുന്നു. അബ്രഹാം, സാറ, അവന്റെ സന്തതികളായ ഇസ്രായേല്യർ. അവരിലൂടെ ദൈവാനുഗ്രഹം എല്ലാ ജനതകൾക്കും പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. തീർച്ചയായും ഇവരാണ് നാം കാത്തിരുന്ന പുതിയ മനുഷ്യർ. എന്നാൽ ഇസ്രായേല്യർ ദൈവത്തിനെതിരെയുള്ള മനുഷ്യരുടെ ആജ്ഞാലംഘനത്തെ ആവർത്തിച്ച് അക്രമാസക്തമായ പട്ടണങ്ങൾ പണിയുന്നു. അതവരെ സ്വയനാശത്തിലേക്കും മറ്റൊരു ബാബിലോൺ പ്രവാസത്തിലേക്കും നയിക്കുന്നു. എന്നാൽ ദൈവം പുതിയ മനുഷ്യൻ അബ്രഹാമിന്റെ വംശത്തിൽ നിന്നുണ്ടാകുമെന്ന തന്റെ വാഗ്ദാനം പാലിക്കുന്നു. അതൊരു രാജകീയ പുരോഹിതനായിരിക്കും. അവനിപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ലോകത്തിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇസ്രായേലിനെയും മനുഷ്യരാശിയെയും ബാബിലോണിൽ നിന്നും വിടുവിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 ഭാഗങ്ങളും ഒരേ മാതൃകയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. 2ാമത്തെ ഭാഗം ആദ്യത്തേതിനേക്കാൾ ദൈർഘ്യമേറിയതും കൂടുതൽ തീക്ഷ്ണവുമാണ്. രണ്ടും ഒരുമിച്ച് പരിതാപകരമായ മനുഷ്യാവസ്ഥയെ വിശകലനം ചെയ്യുന്നു. എങ്കിലും അവ ദൈവിക വാഗ്ദത്തത്തെ ഉയർത്തിപ്പിടിക്കുന്നു. പഴയ നിയമ പ്രവാചകന്മാരും കവികളും ഉൾപ്പെടുന്ന അടുത്ത ഭാഗത്തിൽ കൂടുതലായി പരിപോഷിപ്പിക്കുന്നു. പ്രവാചകന്മാർ ഇസ്രായേലിനെയും സകല ജനതകളെയും അവരുടെ തിന്മയെക്കുറിച്ച് കുറ്റപ്പെടുത്തി. ദൈവം തന്നെ ഒരു നാൾ കർത്താവിന്റെ ദിവസത്തെ വരുത്തിച്ച് അവന്റെ ലോകത്തെ ബാബിലോണിൽ നിന്ന് വിടുവിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. അവനത് ഒരു വാഗ്ദത്ത രാജകീയ പുരോഹിതനിലൂടെ പൂർത്തീകരിക്കും. അവൻ ഇസ്രായേലിന്റെയും സർവ്വജനത്തിന്റെയും പാപങ്ങൾക്കായി ഒരു അടിമയെപ്പോലെ കഷ്ടം സഹിച്ചു മരിക്കുന്നു. എന്നാൽ പിന്നീട് അവൻ ജനതകൾക്കുമേൽ രാജാവായി ഉയർത്തപ്പെടും. അവൻ മറ്റുള്ളവരെ ബാബിലോൺ വിട്ട് പുതിയ ഉടമ്പടി ആളുകളുമായി ചേരുവാൻ വിളിക്കും. അവർ
ഒരു പുതിയ യെരുശലേമിനെ, അതായത് ഒരു പുതിയ സൃഷ്ടിയെ ഭരിക്കുവാൻ ദൈവത്തോടൊപ്പം പങ്കാളിയായിത്തീരും. അങ്ങനെ പഴയ നിയമം കഥയുടെ ഒരു പുതിയ ഭാഗത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സമാപിക്കുന്നു. നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് തിരിയുമ്പോൾ അതേ കഥ ഇപ്പോൾ യേശുവിൽ കൂടി മുന്നോട്ട് പുരോഗമിക്കുന്നു. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 4 സുവിശേഷ വിവരണങ്ങളും നസ്രയനായ യേശുവിനെ അബ്രഹാമിന്റെ വാഗ്ദത്ത പുത്രനായി പരിചയപ്പെടുത്തുന്നു. അവൻ ജനതകൾക്ക് ദൈവാനുഗ്രഹം പുനഃസ്ഥാപിക്കുകയും തിന്മയെ പരാജയപ്പെടുത്തി ദൈവവുമായുള്ള പങ്കാളിത്തത്തിലേക്ക് മനുഷ്യരാശിയെ പുനഃസ്ഥാപിക്കുന്ന പുതിയ മനുഷ്യനെന്ന നിലയിലുമാണ്. അങ്ങനെ യേശു ഒരു മനുഷ്യനായി വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. അതിലുപരിയായും അവൻ ദൈവത്തിന്റെ വാഗ്ദത്ത രാജ്യത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുകയും താൻ ഇസ്രായേലിന്റെ ആത്മീയ രാജാവാണെന്ന നിലയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ തന്നെ തന്നെ രാജാവെന്ന് വിളിക്കുന്നതിനു പകരം യേശു സ്വയം മനുഷ്യപുത്രൻ എന്നാണ് വിളിച്ചത്. അതായത് ഒരു ദാസനെ പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ. സുവിശേഷങ്ങൾ അവകാശപ്പെടുന്നത് യേശുവിൽ ഇസ്രായേലിന്റെ ദൈവം വിശ്വസ്തനായ ഇസ്രായേലിനും നാം എല്ലാവരും ആകുവാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എന്നാൽ ആയിത്തീരുന്നതിൽ പരാജയപ്പെട്ട യഥാർത്ഥ മനുഷ്യനുമായി തീർന്നിരിക്കുന്നു എന്നതാണ്. യേശുവിന്റെ ദൗത്യം മനുഷ്യരാശിയുടെ തിന്മയുടെ കീഴെ പതിയിരുന്നുകൊണ്ട് സ്വാർത്ഥത, അക്രമം, മരണം എന്നിവയിലേക്ക് നമ്മെ വശീകരിക്കുന്ന ഇരുട്ടിന്റെ ദുഷ്ടതയുമായി ഏറ്റുമുട്ടുക എന്നതായിരുന്നു. എന്നാൽ അത്തരം തിന്മയെ നിങ്ങൾ എങ്ങനെ പരാജയപ്പെടുത്തും? സുവിശേഷങ്ങളിലെ അതിശയിപ്പിക്കുന്ന ഉത്തരം ഇതാണ്. മനുഷ്യന്റെ ദുഷ്ടതയ്ക്കും പാപത്തിനും വേണ്ടി മരിച്ച യേശു തന്റെ വിരോധാഭാസ സിംഹാസനമായ ക്രൂശിൽ അവനെ കൊല്ലാൻ അനുവദിച്ചുകൊണ്ട് യേശു നമ്മുടെ തിന്മയെ അതിജീവിച്ചു എന്നതാണ്. താൻ പഠിപ്പിച്ച കാര്യങ്ങളെ പ്രയോഗത്തിൽ വരുത്തിയ ഇടമായിരുന്നു അത്. അതായത് അക്രമരാഹിത്യം, പാപമോചനം, സ്വയം ത്യജിക്കുന്ന സ്നേഹം എന്നിവയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ കാര്യങ്ങൾ എന്നത്. ദൈവത്തിന് തന്റെ ലോകത്തോടുള്ള സ്നേഹം തിന്മയെക്കാളും മരണത്തെക്കാളും ശക്തമാണെന്നതിനാൽ ഒരു പുതിയ മനുഷ്യരാശിയുടെ ആദ്യ മാതൃകയായി യേശു പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഇത് അപ്പോസ്തല പ്രവൃത്തികളുടെ കഥയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. ദൈവം ആത്മാവിനാൽ യേശുവിന്റെ അനുയായികളെ അവന്റെ ജീവനും സ്നേഹവും ലോകത്തിൽ പ്രചരിപ്പിക്കുവാൻ ശക്തി നൽകുകയും അങ്ങനെ ജനം തങ്ങളുടെ പഴയ മാനവികത ഉപേക്ഷിച്ച് യേശുവിന്റെ ബഹുവംശീയ കുടുംബമായ പുതിയ മാനവികതയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് അപ്പോസ്തലന്മാരുടെ കത്തുകൾ ഈ കഥയുമായി യോജിക്കുന്നത്. ഇവിടെ അപ്പോസ്തലന്മാർ ആദ്യകാല ക്രൈസ്തവ സമൂഹങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ രാജാവായ യേശുവിന്റെ സുവാർത്ത ചരിത്രത്തെ മാറ്റിയതെന്നും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും രൂപമാറ്റം വരുത്തുന്നത് എന്നും അവർ കാണിച്ചു തരുന്നു. കൂടാതെ അവർ നിരന്തരമായി പഴയ നിയമകഥകളും യേശുവിന്റെ കഥകളും ഉദ്ധരിച്ച് സുവാർത്തയെ വിശദീകരിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ സ്വന്തം ജീവിത കഥകളും ഈ ഇതിഹാസ വേദപുസ്തക കഥയുടെ ഭാഗമായി കാണാമെന്ന് കാണിച്ചു തരുന്നു. സകല മനുഷ്യരാശിയും ഒരു ബാബിലോൺ പ്രവാസത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. പക്ഷേ യേശു ഒരു പുതിയ ഭവനം സൃഷ്ടിക്കാനായാണ് വന്നത്. നാം എല്ലാവരും സ്വാർത്ഥതയിലേക്കും പാപത്തിലേക്കും നയിക്കുന്ന പലതരം മിസ്രൈമ്യ അടിമത്തത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ വാഗ്ദത്ത ദേശത്തേക്ക് നമ്മെ മോചിപ്പിക്കാനുള്ള പെസഹ കുഞ്ഞാടായി യേശു മരിച്ചു. നമ്മുടെ പഴയ മാനവികത മരണത്തിന്റെ മണ്ണിനുള്ളതാണ്. എന്നാൽ യേശുവിന്റെ പുനരുദ്ധാനം ഒരു പുതിയ മാനവികതയ്ക്കുള്ള ഒരു പുതിയ ഭാവി തുറന്നു. നാം ഇവിടെ നിലവിൽ തിന്മയുടെ യുഗത്തിലാണ് ജീവിക്കുന്നതെങ്കിലും യേശുവിലൂടെയും ആത്മാവിലൂടെയും ഒരു പുതിയ സൃഷ്ടി ഇപ്പോൾ ഇവിടെ പൊട്ടി പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇത് നമ്മെ വെളിപ്പാടിന്റെ പുസ്തകത്തിലേക്ക് നയിക്കുന്നു. അവിടെ വേദപുസ്തക കഥ പൂർണ്ണമായും ശക്തമായ പ്രതീകാത്മകതയിലും ആലങ്കാരികതയിലും വരുന്നു. യേശുവിനെ ലോകത്തിന്റെ പരമോന്നത രാജാവായി ഉയർത്തപ്പെട്ട അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അവൻ തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്നും ബാബിലോൺ പ്രവാസത്തിൽ നിന്നും പുറത്തേക്ക് നയിക്കുന്നു. അവർ ബാബിലോണിന്റെ സ്വാധീനത്തെ എതിർക്കുമ്പോൾ അവരുടെ കൊല്ലപ്പെട്ട നേതാവിനൊപ്പം അവർ കഷ്ടത അനുഭവിക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ രാജാവിനെ അനുഗമിക്കുമ്പോൾ മരണത്തിനു പോലും പുതിയ സൃഷ്ടിയുടെ ഉദയത്തെ തടയാൻ കഴിയില്ല. അതിനെ ഇവിടെ പുതിയ യെരുശലേം ഉദ്യാനമന്ദിരമായി ചിത്രീകരിച്ചിരിക്കുന്നു. നീണ്ട പ്രവാസത്തിന് ശേഷമുള്ള മനുഷ്യരാശിയുടെ യഥാർത്ഥ ഭവനം. അങ്ങനെ ബൈബിളിന്റെ അവസാന പേജിൽ ആകാശവും ഭൂമിയും വീണ്ടും ഒന്നിക്കുകയും പുതിയ മനുഷ്യർ ബൈബിളിന്റെ ആദ്യ പേജിലുള്ള തങ്ങളുടെ നിയുക്ത ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതായത് ദൈവസ്നേഹത്തിലും ശക്തിയിലും ലോകത്തെ ഒന്നിച്ച് ഭരിക്കുക. പുതിയ നിയമം സവിശേഷമായ രേഖകളുടെ സമാഹാരമാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിലേക്ക് നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന അപ്പോസ്തലന്മാരുടെ സാക്ഷ്യമായി അവ നിലകൊള്ളുന്നു. ദൈവാത്മാവിലൂടെ ഈ മനുഷ്യവാക്കുകൾ പ്രത്യാശയുടെ ദിവ്യവചനമായി 1-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ പുസ്തകങ്ങളും ദൈവം എപ്രകാരമാണ് യേശുവിലൂടെയും ആത്മാവിലൂടെയും നമ്മുടെ ലോകത്തെ ഒരു പുതിയ സൃഷ്ടിയാക്കുക എന്ന അതിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് കാണിച്ചു തരുന്നു. അങ്ങനെ കഥയുടെ അവസാനം ശരിക്കും പറയാനുള്ള ഒരു പുതിയ കഥയുടെ തുടക്കമായി മാറുന്നു. ഇതാണ് പുതിയ നിയമത്തിന്റെ ആകെക്കൂടെയുള്ള ഉള്ളടക്കം.